യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അയോവയിലെ വില്ലിസ് സ്കെയിലുള്ള ഒരു വീടാണ് ജോസിയ ബി ആൻഡ് സാറ മൂർ ഹൗസ്. 1912-ൽ 6 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ വീട്ടിലായിരുന്നു. ഒന്നിലധികം പ്രതികൾ ഉണ്ടായിട്ടും 2 വിചാരണകൾ നടന്നിട്ടും കൊലപാതകം പരിഹരിക്കപ്പെടാതെ പോയി. അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയതും ഇന്ന് തെളിയിക്കപ്പെടാതെ നിലനിൽക്കുന്നതുമായ ആ കേസിന്റെ ചരിത്രത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. ബിന്നിസ്കയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന ജോസിയ ബി മൂർ. അദ്ദേഹത്തിന്റെ ഭാര്യ സാറ ബി മൂർ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു. ജോസിക്കും സാറയ്ക്കും 4 കുട്ടികളുണ്ടായിരുന്നു. 11 വയസ്സുള്ള ഹെർമൻ മോംഗോമറി, 10 വയസ്സുള്ള മേരി കാതറിൻ, 7 വയസ്സുള്ള ആൽബർ ബോയ്ഡ്, 5 വയസ്സുള്ള പോൾ വെർണർ എന്നിവരായിരുന്നു ആ കുട്ടികൾ. ജോസിയുടേത് സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു. മാത്രമല്ല ജോസിയെയും സാറയെയും ആ കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്നവരുമായിരുന്നു. 1912 ജൂൺ 9-ന് ജോസിയെയും സാറയും തങ്ങളുടെ കുട്ടികളെയും കൂട്ടി പ്രസ് പള്ളിയിലേക്ക് പോകാൻ തയ്യാറായി. പള്ളിയിൽ അന്ന് പ്രഭാത ശുശ്രൂഷകളും വാർഷിക ശുചിദിന പരിപാടികൾ എന്നിവയുണ്ടായിരുന്നു. സാറ മൂറിന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികളുടെ ശിശുദിന പരിപാടികൾ. രാത്രി 8 മണിക്കായിരുന്നു കുട്ടികളുടെ പരിപാടി. എല്ലാം കഴിഞ്ഞപ്പോൾ സമയം 9:30 രാത്രിയായതിനാൽ മൂർ ദമ്പതികളുടെ മകൾ കാതറിൻ തന്റെ സുഹൃത്തുക്കളായ ഇന സ്റ്റില്ലിംഗർ, ലെന സ്റ്റില്ലിംഗർ എന്ന 2 സഹോദരിമാരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതിനുള്ള അനുവാദം ജോസിയ അവരുടെ പിതാവിൽ നിന്ന് വാങ്ങിയിരുന്നു. ജോസിയയും സാറയും എല്ലാ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്കുള്ള നടത്തം ആരംഭിച്ചു. വില്ലിസ്കയിലെ മിക്ക ആളുകളെ പോലെ മൂറിനും സ്വന്തമായി കാറൊന്നുമില്ലായിരുന്നു. മാത്രമല്ല പള്ളി അവരുടെ വീടിനടുത്ത് തന്നെയായിരുന്നു. തണുത്തുറഞ്ഞ രാത്രിയിലെ ആ ചെറിയ യാത്ര കുറച്ച് ആസ്വാദ്യകരമായിരുന്നു. രാത്രി 9:45-നും 10-നും ഇടയിൽ അവർ വീട്ടിലെത്തിച്ചേർന്നു. അടുത്ത ദിവസം ജൂൺ 10-ന് അയൽക്കാരിയായ മേരി പക്ക പതിവ് പോലെ 5 മണിക്ക് എഴുന്നേറ്റ് തന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അവ കഴുകിയ തുണികൾ പുറത്തു വിരിച്ചിടാൻ തുടങ്ങി. സാധാരണ രാവിലെ 6 മണിയാകുമ്പോൾ ബഹളമയമാകുന്ന വീട്ടിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ അവൾക്ക് ആശങ്ക തോന്നി. തലേ ദിവസത്തെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയെന്ന് കരുതി അവർ തന്റെ ജോലികൾ തുടർന്നു. സമയം 7 മണിയായിട്ടും ആരെയും പുറത്ത് കാണാതിരുന്നപ്പോൾ അവളുടെ മനസ്സിലെ ആശങ്ക ഇരട്ടിച്ചു. അവൾ ജോസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വളർത്തുമൃഗങ്ങളെല്ലാം അസ്വസ്ഥരായി കാണപ്പെട്ടു. അവർക്ക് ഭക്ഷണമൊന്നും നൽകിയിട്ടില്ല ഇതുവരെ. അവൾ വീടിന്റെ വാതിലിൽ മുട്ടി. ഉത്തരമില്ല. അവൾ ജനലിലൂടെ അകത്തേക്ക് നോക്കി. പക്ഷെ പറ്റാതിട്ടിരിക്കുന്നത് കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവൾ വീടിന്റെ പിറകുവശത്തേക്ക് പോയി നോക്കി. വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അവൾ തന്റെ വീട്ടിൽ തിരിച്ചെത്തി. ജോസിയുടെ സഹോദരൻ റോസിനെ വിളിച്ചു. റോസിന്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. മേരി ജോസിയ കുടുംബം അവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ല എന്ന മറുപടി കേട്ടയുടൻ റോസിയുടെ ഉടൻ തന്നെ അവിടേക്ക് വരാൻ മേരി പറഞ്ഞു. റോസിന്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ജോസിയുടെ കുതിരകളോടെ ഇടുന്ന കുതിരാലയത്തിന് സമീപം എന്തോ ചലനം കണ്ട് മേരി നോക്കുമ്പോൾ അതവരുടെ ജോലിക്കാരനായ എഡ് സെല്ലിയായിരുന്നു. മേരി ഉടൻ തന്നെ സെല്ലിയോട് മോർ കുടുംബത്തിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ അയാൾക്കൊന്നും അറിയില്ലായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ റോസ് എത്തി. അയാൾ വാതിൽ തട്ടിവിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഉടൻ തന്നെ അയാൾ വീടിന്റെ ഒരു സ്പെയർ കീ കണ്ടെത്തി. വീടിന്റെ വാതിൽ തുറന്നു. മേരി വാതിൽക്കൽ തന്നെ കാത്തുനിന്നു. വാതിൽ തുറന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഉടനെ തന്നെ അയാൾ 1-ാം നിലയിലെ ഗസ്റ്റ് റൂമിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ഭയാനകവും ഒരിക്കലും അയാൾക്ക് മറക്കാൻ കഴിയാത്തതുമായിരുന്നു. കട്ടിലിൽ രക്തത്താൽ കുതിർന്ന ഒരു ബെഡ്ഷീറ്റ്. അതിന്റെ ഇടയിലൂടെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന രക്തത്താൽ കുതിർന്നൊരു കൈ. ഉടൻ തന്നെ റോസ് പുറത്തേക്ക് ഓടി. പോലീസിനെ വിളിക്കാൻ മേരിയോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനായ ഹാങ്ഹോർഡ് മൂർ ഹോമിലെത്തി. സ്റ്റില്ലിംഗർ പെൺകുട്ടികൾ മരിച്ചു കിടന്ന മുറിയിലേക്ക് റോസ് ഹോർട്ടനെ നയിച്ചു. ആ കാഴ്ച കണ്ട് പരിഭ്രാന്തരായ 2 പേരും മറ്റു 2 കിടപ്പുമുറികളിലേക്ക് പോയി. ആ കാഴ്ച അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു. കട്ടിലുകളിൽ രക്തത്തിൽ കുതിർന്ന 6 മൃതദേഹങ്ങൾ. എല്ലാവരും മരിച്ചിരിക്കുന്നു. എല്ലാവരുടെ ദേഹത്ത് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു. പോലീസും റോസും ചുറ്റിനും നോക്കി. വീടിന് പുറത്തെ വാതിലുകളെല്ലാം അടച്ചിരിക്കുന്നു. കുടുംബം വീട്ടിലെത്തിയപ്പോൾ കൊലയാളി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ്. ഹാങ് ഹോട്ടൽ ഡോക്ടർ ജെ ക്ലാർക്ക് കൂപ്പറിനെ കൊണ്ടുവരാൻ പോകും. എന്റെ കൂടെ വരും, ഹോട്ടൻ ഡോക്ടർ കൂപ്പറോട് പറഞ്ഞു. എന്താണ് എന്ന കാര്യം അന്വേഷിച്ചപ്പോൾ ഹോട്ടൻ പറഞ്ഞു, ജോസിയെയും കുടുംബവും കൊല്ലപ്പെട്ടിരിക്കുന്നു. മൃതദേഹങ്ങൾ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് 5 മണിക്കും 6-നും ഇടയിലാണ് കൊലപാതകങ്ങൾ നടന്നത്. ജോസിയയ്ക്ക് കോടലി കൊണ്ട് ഒരുപാട് പ്രഹാരം ഏറ്റിട്ടുണ്ട്. അവന്റെ മുഖമാകെ മുറിവുകളാൽ മൂടിയിരുന്നു. കൊലപാതകി അവനെ കൊലപ്പെടുത്താൻ കോടാലി ഉയർത്തിയതിന്റെ അടയാളം അവന്റെ മുറിയിലെ സീലിംഗിൽ കാണാമായിരുന്നു. കൊലയാളി ആ കോടാലി കൊണ്ട് സാറയെ കുട്ടികളെ വെട്ടി വീഴ്ത്തി. അതിനുശേഷം ഗസ്റ്റ് റൂമിലെത്തി സ്റ്റില്ലിംഗർ സഹോദരിമാരെ കൊലപ്പെടുത്തി.
ലെന ഒഴികെയുള്ളവരെല്ലാം ഉറക്കത്തിലാണ് മരണപ്പെട്ടത്. എന്നാൽ ലെന ഉറങ്ങിയിരുന്നില്ല. കാരണം അവളുടെ കയ്യിൽ കൊലപാതകിയോട് പ്രതികരിച്ചതിന്റെ ഫലമായി ഉണ്ടായ മുറിപ്പാട് ഉണ്ടായിരുന്നു. മാത്രമല്ല കുട്ടി കട്ടിലിന് പുറകെയാണ് കിടന്നിരുന്നത്. അതിനുശേഷം കോടാലി ആ മുറിയിൽ തന്നെ ചാരിവെച്ച നിലയിലാണ് കണ്ടെത്തിയത്. കൊലയാളി വീട്ടിലെ കണ്ണാടികളെല്ലാം തുണികൾ കൊണ്ട് മൂടിയിരുന്നു. ഡ്രസ്സിംഗ് ഡ്രോയിലെ തുണികൾ ചിതറി കിടന്നിരുന്നു. അടുക്കളയിൽ ഒരു പ്ലേറ്റ് ആഹാരം അത് കഴിക്കാതെ തന്നെയിരുന്നു. അതിന്റെ അടുത്തായി രക്തം കലർന്ന ഒരു പാത്രം വെള്ളവും ഉണ്ടായിരുന്നു. അതിൽ കൊലയാളി തന്റെ രക്തം പുരണ്ട കൈകൾ കഴുകിയിട്ടുണ്ടാവാം. മരണം ഉറപ്പാക്കിയതിനു ശേഷം കൊലയാളി ആ വീട്ടിലെ വിളക്കണച്ച് അവൻ വന്ന വഴിയെ തന്നെ തിരികെ പോയി. നഗരത്തിലെ സെൻട്രൽ ടെലിഫോൺ സെന്റർ ജനങ്ങൾക്ക് ഈ കൊലപാതകത്തിനെക്കുറിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊലപാതകത്തിനെ കുറിച്ചറിഞ്ഞ് നൂറുകണക്കിന് ജനങ്ങൾ മൂർ ഹോമിലെത്തി. അവരെ നിയന്ത്രണത്തിലാക്കാൻ അവസാനം പോലീസ് ഗാർഡുകളെ നിയമിക്കേണ്ടി വന്നു. ഈ കൊലപാതക കേസിൽ നിരവധി പ്രതികളുണ്ടായിരുന്നു. റവറന്റ് ജോർജ് കെല്ലി, ഫ്രാങ്ക് എഫ് ജോൺസ്, വില്യം മാൻസ്ഫീൽഡ്, പോൾ മുള്ളർ, ഹെൻറി ലിമൂർ എന്നിവരായിരുന്നു ആ സംശയ പട്ടികയിലെ പ്രതികൾ. ഈ കൊലപാതകത്തിലെ പ്രധാന പ്രതിയെ കണ്ടെത്തിയ കെല്ലിയെ 2 തവണ വിചാരണ നടത്തുകയും അതിൽ ആദ്യ തവണ തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ രണ്ടാമത്തെ തവണ അയാളെ കുറ്റവിമുക്തനാക്കി. കെല്ലിയെ സംശയിക്കാൻ കാരണം 1912 ജൂൺ 8-ന് അയാൾ ശിശുദിന പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വിൽസ്കയിലെത്തിയിരുന്നു. കെല്ലി കൗമാരപ്രായം മുതലേ മാനസിക വിഭ്രാന്തിയുള്ളയാളായിരുന്നു. അയാൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും അവരെ ശല്യം ചെയ്യുകയും പതിവായിരുന്നു. സംശയത്തിന്റെ പേരിൽ കെല്ലിയെ അറസ്റ്റ് ചെയ്തു. അയാൾ കോടതിയിൽ കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു. എന്നാൽ കുറ്റസമ്മതം കോടതി അംഗീകരിച്ചില്ല. കൊലപാതകം നടന്ന് 2 വർഷത്തിനു ശേഷം, അതായത് 1914, കത്തിലൂടെ അശ്ലീല വസ്തുക്കൾ അയച്ചതിന് അയാളെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല തന്റെ സെക്രട്ടറിയായി ജോലി ചെയ്ത സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. കോടതി അയാളെ വാഷിംഗ്ടണിലെ നാഷണൽ മെന്റൽ ഹോസ്പിറ്റലിലെ സെന്റ് എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. 1917 അയാളെ വില്ലിസ്ക കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അയാളെ കുറ്റവിമുക്തനാക്കി. അടുത്ത പ്രതിയായ ഫ്രാങ്ക് ഫെർണാണ്ടോ ജോൺസ് വില്ലിസ്ക നിവാസിയും അയോവ സ്റ്റേറ്റ് സെനറ്ററുമായിരുന്നു. ജോസി അമ്മർ സ്വന്തമായി ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫ്രാങ്കിന്റെ കടയിൽ ജോലി ചെയ്തിരുന്നു. ജോസി സ്വന്തമായി ബിസിനസ് ആരംഭിച്ചപ്പോൾ ജോൺസിൽ നിന്ന് ജോൺസ് ഡിയർ ഡീലർഷിപ്പ് ഉൾപ്പെടെ പല ബിസിനസ്സുകളും ഇല്ലാതാക്കപ്പെട്ടു. ജോൺസിന്റെ മരുമകളുമായി ജോസിയയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നെന്ന കഥകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ തെളിവുകളെല്ലാം ഇതിനെ പിന്തുണയ്ക്കുന്നതായിരുന്നില്ല. മറ്റൊരു പ്രതിയെ കണ്ടത് മുൻ കുറ്റവാളിയും മുൻ US ആർമി സൈനികനുമായ വില്യം മാൻഫീൽഡിനെയായിരുന്നു. ഫ്രാങ്ക് ഫെർണാണ്ട് ജോൺസ് അവരെ കൊലപ്പെടുത്താൻ ഇയാളെ നിയമിച്ചു എന്നതായിരുന്നു സംശയം. കാൻസസ് സിറ്റിയിലെ ഡിക്റ്റേറ്റീവായ ജെയിംസ് ന്യൂട്ടൺ വിൽക്കേഴ്സണിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഭാര്യയുടെ അച്ഛനെയും അമ്മയും കൊന്നത് മാൻഫീൽഡാണെന്ന് വിൽക്കേഴ്സൺ വിശ്വസിച്ചു. ഈ കൊലപാതകി മാൻഫീൽഡാണെന്ന് തന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്ന് വിൽക്കേഴ്സൺ പറഞ്ഞു. 1916 അന്വേഷണം ആരംഭിക്കാൻ ഒരു ഗ്രാൻഡ് ജൂറിയെ ബോധ്യപ്പെടുത്താൻ വിൽക്കേഴ്സന് കഴിഞ്ഞു. മാൻഫീൽഡിനെ കാൻസസ് സിറ്റിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും വില്ലിസ്ക കൊലപാതക സമയത്ത് മാൻഫീൽഡിനെ ഇലിനോയ്സിൽ താമസിച്ചതിന്റെ ശമ്പള രേഖകൾ കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വിട്ടയച്ചു. അടുത്ത പ്രതിയെ കണ്ടെത്തിയ സാമുവൽ ആർതർ മോയർ ജോസിയയുടെ സഹോദരി ഭർത്താവായിരുന്നു. അയാൾ പലതവണ ജോസിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. എന്നിരുന്നാലും കൂടുതൽ അന്വേഷണത്തിൽ അയാൾ നിരപരാധിയായി കണ്ടെത്തി അയാളെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി. പോൾ മുള്ളറായിരുന്നു അടുത്ത പ്രതി. കൊലപാതകത്തിൽ ഒരു സീരിയൽ കില്ലറിന്റെ സാന്നിധ്യമുണ്ടെന്ന സംശയമാണ് പോൾ മുള്ളറെ പ്രതിപട്ടികയിൽ ചേർക്കാൻ കാരണം. ഒരു സീരിയൽ കില്ലറായ പോൾ മുള്ളറിന്റെ കൊലപാതക ശൈലിയുമാണ് വില്ലിസ്ക കൊലപാതകത്തിന്റെ സാമ്യത പ്രതി മുള്ളറാണെന്ന സംശയത്തിന് ഊന്നൽ കൊടുക്കുന്നതായിരുന്നു. രാത്രിയിൽ ഇരകളുടെ വീട്ടിൽ പതുങ്ങിയിരുന്ന് അവരുടെ നേരെ ആക്രമണം നടത്തുകയും മൂർച്ചയേറിയ ആയുധം കൊണ്ട് അവരെ വെട്ടിവീഴ്ത്തുകയും മൃതദേഹങ്ങളെ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടുകയും ഇത്തരത്തിലുള്ള സാമ്യതകൾ മുള്ളറെ സംശയ പട്ടികയിൽപ്പെടുത്തി. ഹെൻറി ലിമൂർ ആയിരുന്നു അവസാനത്തെ പ്രതി. മൂർ കുടുംബത്തിന്റെ കൊലപാതകം ഒരു സീരിയൽ കില്ലറിന്റെ പരമ്പരയുടെ ഭാഗമായാണ് നടന്നതെന്ന് അന്വേഷകർ ഊഹിച്ചു. അവിടെ നടന്ന ഇതുപോലെയുള്ള മറ്റ് 4 കൊലപാതകങ്ങളുടെ പ്രതി ഹെൻറി ലിമൂർ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫെഡറൽ ഓഫീസർ A.W. മാക്ലഫി പറഞ്ഞു. കുട്ടിക്കാലം മുതലേ ക്രിമിനൽ പരമായി ഏറെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു ഹെൻറി. മിസോറയിൽ താമസിക്കുന്ന സമയത്ത് അയാൾ മോർച്ചറിയിലെ നിത്യ സന്ദർശകനായിരുന്നു. അവൻ തന്റെ കയ്യിൽ കേസുകൾ അടങ്ങിയ ഒരു ഡയറി എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ഒരു കൊലപാതക കേസിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 1949 അയാൾക്ക് പരോൾ ലഭിച്ചു. 80-ാം വയസ്സിൽ സെന്റ് ലൂയിസിലെ ഒരു സാൽവേഷൻ ആർമി സെന്ററിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്തു. ഇത്രയും പ്രതികളുണ്ടായിട്ടും കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ തെളിയിക്കപ്പെടാതെ പോയ കേസിനൊന്നായി വില്ലിസ്കയിലെ കൊലപാതകവും അറിയപ്പെട്ടു.
ക്രമേണ ഈ വീടിനെ ചുറ്റിപ്പറ്റി പല പ്രേതകഥകളും പുറത്തു വരാൻ തുടങ്ങി. കൊലപാതകത്തിന് ശേഷം അധികമാരും ഈ വീട്ടിൽ താമസിക്കാൻ തയ്യാറായില്ല. കാരണം ആ വീട്ടിൽ താമസിക്കാൻ വന്ന പലർക്കും പല പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1994 ഈ വീട് ഡാർവിൻ ലിൻ എന്നൊരാൾ വാങ്ങുകയും 1912 പോലെ ഈ വീട് പുനർനിർമ്മിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വീട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി. ആ വീട്ടിൽ ഒരു രാത്രി താമസിക്കാൻ ടൂറിസ്റ്റുകളിൽ നിന്ന് $428 ഈടാക്കിയിരുന്നു. ആത്മാക്കളുടെ സാന്നിധ്യത്തിൽ ഉറങ്ങാൻ ആളുകൾ നല്ല പണം നൽകി. അസ്വാഭാവിക അനുഭവങ്ങളുടെ എണ്ണം കാരണം പ്രേതവേട്ടക്കാർ പതിവായി സന്ദർശിക്കുന്ന സ്ഥലമായി ഇത് മാറി. രാത്രിയിൽ ആ വീട്ടിൽ കഴിച്ചുകൂട്ടിയ പലരും ആൺകുട്ടികളുടെ പതുങ്ങിയുള്ള ശബ്ദവും വസ്തുക്കൾ താനെ ചലിക്കുന്നതും മിന്നിമറയുന്ന നിഴലുകളും കണ്ടിട്ടുള്ളതായി അവകാശപ്പെടുന്നു. ഒരിക്കൽ അവിടെ വന്ന ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സിലെ റോബർട്ട് ലോർസൺ എന്ന യുവാവിനുണ്ടായ അനുഭവം ഞെട്ടിക്കുന്നതായിരുന്നു. 2014 അവിടെ താമസിക്കാൻ എത്തിയ യുവാവ് തന്റെ കയ്യിൽ കരുതിയ കത്തികൊണ്ട് സ്വയം കുത്തി മരണപ്പെട്ടു. ഈ സംഭവങ്ങൾ ഈ വീടിനെ കൂടുതൽ ഭയാനകമാക്കാൻ കാരണമായി. അവിടെ വന്നവരുടെ അനുഭവത്തിൽ പുലർച്ചെ 5 മണിയോടെ ട്രെയിൻ വില്ലിസ്ക പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ചൂളം മുഴങ്ങിയതിന് തൊട്ടു പിന്നാലെ മുറിയാകെ മൂടൽമഞ്ഞ് നിറയുകയും അതൊരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഒഴുകി നീങ്ങുന്നതായി കണ്ടവരുണ്ട്. ഈ ട്രെയിൻ പോകുന്ന സമയമാണ് ജോസിയുടെയും കുടുംബത്തിന്റെയും കൊല നടന്നതായി കണക്കാക്കപ്പെടുന്നതെന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നും അമേരിക്കയുടെ ചരിത്രത്തിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി ഈ കൊലപാതകം നിലനിൽക്കുന്നു.